നമസ്കാരം സർ. നമസ്കാരം. സർ, ഈ ഇന്ത്യയുടെ ഉയർന്ന വ്യാപാര താരിഫിനെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് US വാണിജ്യ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, അവരുടേതും അമേരിക്കയുടേതും 80 വർഷം പഴക്കമുള്ള താരിഫാണ്. അത് മാറ്റാൻ അവരും ആലോചിക്കുന്നതായി പറഞ്ഞു. ഇതിന്റെയൊക്കെ സാഹചര്യം എന്താ? അദ്ദേഹം അത് പറഞ്ഞു. അതായത് ഈ അമേരിക്കയുടെ ഏറ്റവും പുതിയ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് എന്ന് പറയുന്ന ആള് ഇത്തരമൊരു ആവശ്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഏറ്റവും പുതിയ വാർത്തയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപേ ഇദ്ദേഹത്തെക്കുറിച്ച്, ഈ പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച്, ഈ അമേരിക്കയുടെ നമ്മൾ ആരുമായിട്ടാണ് കൈകാര്യം ചെയ്യുന്ന, ഡീൽ ചെയ്യുന്നത് എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുന്നതും തന്ത്രപരമായി നല്ലതാണ്. അപ്പൊ ഈ ട്രംപിനെ കുറിച്ച് നമുക്കറിയാം, അതുപോലെ ഇലോൺ മസ്കിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഹോവാർഡ് ലുട്നിക് എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം വളരെ പണ്ട് 1983 ഹേവർഫോർഡ് എന്ന് പറയുന്ന കോളേജിൽ നിന്ന് ബിരുദം നേടി അമേരിക്കയിലെ വളരെ പ്രശസ്തമായ ഒരു ധനകാര്യ സ്ഥാപനമുണ്ട്, കാൻഡർ ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയും. കാൻഡർ ഫിറ്റ്സ്ജെറാൾഡ് ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുകയും അതിന്റെ ഉടമസ്ഥതയിലായിരുന്ന ബെർണാഡ് കാൻഡറുടെ കീഴിൽ നിന്ന് ശരിക്കുള്ള ട്രെയിനിങ് കിട്ടി പടിപടിയായിട്ട് ഉയർന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ പ്രസിഡന്റും സിഇഒയുമായിട്ട് മാറിയ ആളാണ്. അതായത് ഏകദേശം 8 വർഷം കൊണ്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഈ വലിയ പ്രശസ്തമായ കമ്പനിയുടെ സിഇഒ ആയി മാറിയ, പ്രസിഡന്റും സിഇഒയുമായി പിന്നെ ചെയർമാനുമായി 96. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ട്രേഡിംഗ് രംഗത്തോട്ട് ഈ കമ്പനിയെ നയിച്ച് അതിനെ വളരെ മുൻപന്തിയിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, ഈ 9/11 അറ്റാക്കിനെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ ആ വേൾഡ് ട്രേഡ് സെന്ററിൽ 101 നില മുതൽ 105ാമത്തെ നില വരെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന കാൻഡർ ഫിറ്റ്സ്ജെറാൾഡിന്റെ ഓഫീസായിരുന്നു 101 നില മുതൽ 105 വരെ. അപ്പോഴാണ് ഇത് കൊണ്ടിടിക്കുന്നത്. അതിനകത്ത് അവിടെ ആ 960 ജീവനക്കാരാണ് അവർക്കുണ്ടായിരുന്നത്. അതിനകത്ത് 658 പേരും അതിൽ മരിച്ചുപോയി. അതായത് ഒരു കമ്പനിയുടെ 960 പേരിൽ 658 പേരും അന്നത്തെ ആക്രമണത്തിൽ മരിച്ചു. ഇദ്ദേഹം രക്ഷപ്പെട്ടു. അതും വളരെ അദ്ദേഹത്തിന്റെ മകളുടെ കിൻഡർ ഗാർഡനിൽ ജോയിൻ ചെയ്യുന്ന ആദ്യ ദിവസമായിരുന്നു. ഈ കുട്ടിയുടെ കൂടെ സ്കൂളിൽ പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണിത്. അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് ആ എല്ലാ കുടുംബങ്ങൾക്കും വൻതോതിൽ കമ്പനിയുടെ പേരിൽ ഒരു ഫണ്ട്, ഒരു റിലീഫ് ഫണ്ട് സ്ഥാപിച്ച് ചെയ്യുകയും അതിനുശേഷം ഇപ്പോ ആഗോള ദുരന്തങ്ങൾക്ക് അവര് റിലീഫ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഈ കമ്പനിക്കുണ്ട്. അവിടെ നിന്നാണ് ഈ ട്രംപിന്റെ കമേഴ്ഷ്യൽ സെക്രട്ടറി, അവരുടെ കമേഴ്ഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാണിജ്യ മന്ത്രിയുടെ അതേ നമ്മുടെ പീയൂഷ് ഗോയലിന്റെ അതേ പൊസിഷനാണ് അവർക്ക് അമേരിക്കയിൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ ഒരു കമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ നികുതി കുറച്ചേ തീരൂ. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളിപ്പോ ചൈനയ്ക്ക് 20% തീരുവ അടിച്ചു, അതായത് അമേരിക്ക ചൈനയ്ക്ക് 20% തീരുവ അടിച്ചു. ഇപ്പോ ഇതൊക്കെ നമ്മൾ ചർച്ചയുണ്ടായി. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% അടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ അവര് കരയാണ്, അല്ലേ? ഇന്ത്യ അമേരിക്കയ്ക്ക് അടിക്കുന്ന ടാക്സ് 110%, കാറിന്റെ കാര്യത്തിലും പല കാര്യത്തിലും. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അമേരിക്ക ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ വരാതിരിക്കാൻ വേണ്ടി ഇന്ത്യ 70% ടാക്സ് അടിക്കുന്നത്. അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും മൊബൈൽ ഫോണിന്റെ തീരുവ 20% അതിപ്പോ കരഞ്ഞ് 15 കുറച്ചു. അതായത് ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത ഒരു സാധനവും ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് വിൽക്കാൻ നമ്മൾ അനുവദിക്കൂല എന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണ് അമേരിക്കയുടെ പ്രശ്നം. നമുക്ക് ഇതുവരെ ടാക്സ് എക്സ്ട്രാ അടിച്ചിട്ടില്ലെന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് 10% പോലും ടാക്സ് അടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്സുകാരനായ ട്രംപും ഈ പറയുന്ന പോലെ കൃത്യമായ ഫിനാൻസ് തന്ത്രങ്ങൾ അറിയാമെന്ന് ലുട്നിക്കും ഒക്കെ പറയുന്നത് ഇന്ത്യയുടെ ടാക്സ് കുറയ്ക്കാതെ അവർക്ക് വേറെ മാർഗമില്ല. ഇല്ലെങ്കിൽ അവർ പറയുന്നത് അതാണ് അവരുടെ ഇപ്പൊ ഇന്ത്യക്ക് മാത്രമുള്ള പോളിസിയല്ല, അവരുടെ മൊത്തത്തിലുള്ള പോളിസി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 100% ടാക്സ് അടിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് ടാക്സ് അടിക്കണ്ടേ? അപ്പൊ നിങ്ങൾ എത്ര ഞങ്ങൾക്ക് ടാക്സ് അടിക്കുമോ അതേ ടാക്സ് നിങ്ങൾക്കും അടിക്കും എന്ന് അവർ പറയുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് നമ്മളായാലും അത് തന്നെ ചെയ്യൂലേ? കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇത്രയും നാളും ഒരു വികസിത രാഷ്ട്രമല്ല, അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും
നമ്മൾ വളരെ തന്ത്രപരമായിട്ടാണ് നമ്മുടെ വ്യവസായങ്ങളെയും കർഷകരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അതായത് വേറെ ഇന്ത്യയിൽ വലിയ ജനസംഖ്യയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു കൺസ്യൂമർ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇവിടെ കൊണ്ട്, അതായത് ഇവിടെ ജനസംഖ്യ വളരെ കൂടുതലാണല്ലോ. അപ്പൊ ഇവിടെ കൊണ്ട് സാധനങ്ങൾ വിൽക്കുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ ബിസിനസ്സുകാരുടെയും താല്പര്യമാണ്. ഇപ്പൊ ബെൻസ് ബെൻസ് എന്ന് പറയുന്ന കാർ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. അപ്പൊ ഈ ഓരോ സംഭവം, മൊബൈൽ ഫോൺ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന രാജ്യം ന്യായമായും ഇന്ത്യയാണ്. അങ്ങനെ വരുമ്പോ അവർക്ക് അതിനകത്ത് താല്പര്യമുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് വരുന്ന സാധനങ്ങൾക്ക് 100%, 50%, 70% ഒക്കെ ടാക്സ് അടിക്കുന്നത് ന്യായമല്ല. അവര് തിരിച്ച് ടാക്സ് അടിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു മേഖല ഡിഫൻസിനേക്കാൾ ഉപരി അവരുടെ സാധാരണക്കാരെ സഹായിക്കുന്ന കാർഷിക മേഖലയാണ്. അതിവിടെ നമ്മൾ അടുപ്പിച്ചിട്ടില്ല. അപ്പൊ കാർഷിക മേഖല ഇന്ത്യക്ക് തുറന്നു കൊടുക്കണം, ഓട്ടോമൊബൈൽ മേഖല ഇന്ത്യക്ക് തുറന്നു കൊടുക്കണം, ഇലക്ട്രോണിക് മേഖല ഇന്ത്യക്ക് തുറന്നു കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായി റെസിസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഈ പറയുന്നത് ഞങ്ങളുടെ സാധാരണ തൊഴിലാളികൾ, ഞങ്ങളുടെ ചെറിയ കർഷകർ, അവരൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അവരിപ്പോ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, അതിനുവേണ്ടി പരിമിതികൾ വെച്ചോ, ഇന്ന പ്രോഡക്റ്റ് കൊണ്ടുവരാവൂന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിന്റെ അളവിന് ഒരു പരിമിതി വെച്ചോ, എന്നാലും ഞങ്ങളെ വരാൻ സമ്മതിക്കണം, ഇങ്ങനെ ടാക്സ് അടിച്ച് വരാതിരിക്കരുത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ന്യായമുണ്ട്. കാരണം ട്രംപിന്റെ വ്യാപാര നയം ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ലോകത്ത് മൊത്തമായിട്ട് മാറുമ്പോൾ ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു ഇളവ് ചെയ്യുമോ എന്നത് സംശയമാണ്. മാത്രമല്ല, അപ്പൊ ഇങ്ങനെ പുതിയ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ആകെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഇപ്പം എന്ന് പറയുന്നത് 140 കോടിയാണ്. 140, 130 ബില്യൺ ഡോളറാണ് ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ വ്യാപാരം. അപ്പോ ഈ മോദിയുടെ ഈ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ ഉടനെ നമ്മുടെ വളരെ തന്ത്രപരമായ നമുക്കുള്ള ഒരു മന്ത്രിയാണ് നമ്മുടെ വാണിജ്യകാര്യ മന്ത്രിയായ പീയൂഷ് ഗോയൽ. ഈ മാർച്ച് 3-ാം തീയതി അദ്ദേഹം ഇതുവരെ പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമേരിക്കയിലോട്ട് പോയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം തിരിച്ചു വന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു വിവരമില്ല. അപ്പൊ ഇപ്പൊ അദ്ദേഹം അമേരിക്കയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടുത്തെ കമേഴ്സ് സെക്രട്ടറിയായി ഇദ്ദേഹവുമായിട്ട് സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ലക്ഷ്യം എന്നറിയോ? 2030 ആവുമ്പം $500 ബില്യൺ വ്യാപാരമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ അതിനകത്തൊരു ഓൾറെഡി ഒരു എഗ്രിമെന്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആകെ ഇപ്പൊ ഉള്ളത് $130 ബില്യൺ ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടിയിൽ കൂടുതൽ, $500 ബില്യൺ 2030 ആവുമ്പോഴത്തേക്ക്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് വളരെ വലുതാണ്. മാത്രമല്ല, നമ്മൾ എപ്പോഴും ഇത്രയും നാള് ഈ വിദേശികളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പം നമ്മളൊരു വികസ്വര രാഷ്ട്രം എന്നാണ് നമ്മളെ സ്വയം പറയുന്നതും പരിചയപ്പെടുത്തുന്നതും ചോദിക്കുന്നതും. പക്ഷേ നിങ്ങളൊരു വികസിത രാഷ്ട്രമായിട്ട് ഇന്ത്യയെ കാണാൻ ആഗ്രഹിക്കണമെങ്കിൽ ആ പാർലറിൽ അല്ലെങ്കിൽ ആ നിലയിൽ വേണം നമ്മൾ ഇടപെടാൻ. അല്ലാതെ നമുക്ക് ദാനം ഒന്നും വേണ്ട. നമ്മൾ ഈക്വൽ ടേംസിൽ വേണം അമേരിക്കയുമായിട്ട് സംസാരിക്കാൻ. അപ്പൊ പിന്നെ ഞങ്ങൾ ഗതികെട്ട രാജ്യമാണ്, ഞങ്ങള് നിങ്ങൾക്ക് ടാക്സ് അടിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് ടാക്സ് അടിക്കരുത്, ഇങ്ങനെയൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ വരുമ്പോ ഇതിന്റെ ഗുണം എന്താണ്? അമേരിക്കയുമായിട്ട് ഇത്രയും വലിയ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ $500 ബില്യൺ ഒരു ട്രാൻസാക്ഷനും വ്യാപാരവും നടക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് വളരെ നല്ലതാണ്. നമുക്ക് ഇഷ്ടം പോലെ എക്സ്പോർട്ട് വരും. ഇപ്പോഴും നമുക്ക് നമ്മുടെ അമേരിക്കയിൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വിവരണത്തിനകത്ത് പറഞ്ഞതുപോലെ, ചൈനയിലോട്ട് പോകുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുമാണെങ്കിൽ നേരെ തിരിച്ചാണ് അമേരിക്കയുടെ കേസിൽ. അമേരിക്ക നമ്മൾക്ക് നമ്മുടെ നിന്നും മേടിക്കുന്നതിനേക്കാൾ ആണ് കൂടുതൽ. അതായത് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ കൂടുതലാണ് നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇവിടെ വരുവാണെങ്കിൽ, അങ്ങനെ അമേരിക്കയിലോട്ട് ഇത് കയറ്റി അയക്കാനുള്ള സംവിധാനം വരികയാണെങ്കിൽ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ അമേരിക്കയിൽ നിന്ന് വരും. ഇവിടെ പുതിയ ഫാക്ടറികൾ തുടങ്ങും. ചൈനയ്ക്ക് സംഭവിച്ച പോലെ ഇവിടെ ധാരാളം ജോലി സാധ്യതകൾ ഉണ്ടാവും. ഈ ചൈനയുമായിട്ട് വ്യാപാരം നടത്തുന്നതിന്റെ അത്രയും അപകടം അമേരിക്കയുമായിട്ട് വ്യാപാരം നടത്തുമ്പോൾ ഇല്ല. മാത്രമല്ല, മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യവും ഓപ്പൺ എക്കണോമിയുമായിട്ട് വേണം കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ. ഈ ചൈന എന്ന് പറയുന്ന ഒരു വളരെ ക്ലോസ്ഡ് എക്കണോമിയും ഒരു ജനാധിപത്യ രാഷ്ട്രവുമല്ല. നമുക്ക് എപ്പോഴും നല്ലത് ജനാധിപത്യ രാഷ്ട്രവുമായിട്ട് ഇടപെടുന്നതാണ്. റഷ്യയായിട്ട് പോലും ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയാൻ പറ്റൂല.
അപ്പൊ ഈ ജനാധിപത്യ രാഷ്ട്രങ്ങൾ മാത്രമാണ് ജനാധിപത്യത്തെ വകവയ്ക്കുന്നത്, വില കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിനേക്കാൾ എന്തുകൊണ്ടും മുൻഗണന കൊടുക്കേണ്ട യൂറോപ്പും അമേരിക്കയുമായിട്ടുള്ള കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് എക്കണോമിയാണ്, ഓപ്പൺ എക്കണോമിയാണ്. നമുക്ക് കുറച്ചും കൂടെ ഒരു സേ ഉണ്ടാവും, കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മളെ ചതിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പ്രൈമറി ലക്ഷ്യം. കാരണം ഇപ്പൊ ഇവിടുന്ന് അവർക്ക് നല്ല, മാത്രമല്ല ഒരു പൊളിറ്റിക്കലി സ്റ്റേബിൾ കൺട്രിയാണ് നമ്മുടെ അമേരിക്ക. ഈ ചൈന പറയുന്നത് തോന്നും പോലെയുള്ള നയങ്ങൾ മാറില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതുമായിട്ട് ബന്ധമാണ്. മാത്രമല്ല ചൈനയുമായിട്ട് നമ്മൾ നല്ല വ്യാപാരം കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അമേരിക്കയുമായിട്ട് യൂറോപ്പുമായിട്ടും വരണം എന്നാണ് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇവരുമായിട്ട് വന്നാൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യ, നമ്മുടെ കോൺസെപ്റ്റ്സ് ബെറ്റർ ആവും, നമ്മുടെ എഫിഷ്യൻസി ബെറ്റർ ആവും, നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടും. ഇന്ത്യ ഭാവിയിൽ ഒരു വികസിത രാജ്യമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അമേരിക്കയും യൂറോപ്പുമായിട്ട് നമുക്ക് ഈക്വൽ ടേംസിൽ വ്യാപാരം നടത്താം. വ്യാപാരം വഴി മാത്രമേ ഒരു രാജ്യത്തിന്റെ എക്കണോമി വലുതാവും. നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് മാത്രം സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരിക്കലും ഒരു വലിയ ധനിക രാഷ്ട്രമായി മാറാൻ പറ്റില്ല. നമ്മൾ ലോകത്തിന് മുഴുവൻ സാധനങ്ങൾ വിൽക്കുന്ന രാജ്യമായി മാറുന്നതിലാണ് നമ്മുടെ കഴിവ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഭരണകർത്താക്കൾക്ക് അതിനെപ്പറ്റി ധാരണയുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. മോദി തിരിച്ചു വന്ന അതേ സ്റ്റെപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു യാത്ര നമ്മുടെ വാണിജ്യകാര്യ മന്ത്രിയും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നെഗോഷിയേറ്ററും കൂടിയാണ് ഈ പീയൂഷ് ഗോയൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് ശരിയായിട്ട് അറിയാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരു വളരെ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നെഗോഷിയേറ്ററാണ്. അദ്ദേഹം അവിടെ പോയി ഇത് കാര്യം നടത്തിയിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു ലൈനിൽ പോയിരിക്കണം. അപ്പൊ അതൊക്കെ അവര് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു പഴയ ഇന്ത്യ അല്ല. ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ശക്തമായി, വളരെ സ്ട്രോങ് ആയി ഇന്ത്യക്ക് വേണ്ടി, അമേരിക്ക എങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കുന്നുവോ അതുപോലെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി വാദിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സർക്കാരും സംവിധാനമാണ് നമുക്കുള്ളതെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അഭിമാനിക്കേണ്ട ഒരു കാര്യം.